ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ദന്തപ്പാല. ദന്തപ്പാലയുടെ മരമാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ ബീൻസ് തൂങ്ങിക്കിടക്കുന്നുണ്ടോ. അതാണ് അതിൻ്റെ ബീൻസ്. ഇതാണ് അതിൻ്റെ ഇല. ഇത് മുടി കൊഴിച്ചിൽ, താരൻ, സോറിയാസിസ് അങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം ഇത് നല്ലതാണെന്ന് പറയുന്നു. എണ്ണ കാച്ചി ഇതിട്ട് 7 ദിവസം വെയിലത്ത് വെച്ച് എണ്ണ ചൂടാക്കി തലയിൽ തേച്ചാൽ താരൻ മാറുമെന്നും സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും അത്യുത്തമമാണെന്ന് പറയുന്നു. ഇതിൻ്റെ ബീൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഒരു തണ്ടിൽ 2 കായ ഒന്നിച്ച് ഒട്ടിയാണ് ഉണ്ടാകുന്നത്. ഇതാണ് ബീൻസ്. ഇതിൻ്റെ ബീൻസാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ ഇതിൻ്റെ ഇലയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ബീൻസാണ് ഇത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബീൻസ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇലയാണിത്. ഇത് താരൻ, മുടിയൊഴിച്ചിൽ, സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും നല്ല ഇതാണ്. ഇതിലുള്ളത് ഇതിൻ്റെ ഇലയിൽ പൊട്ടിച്ചപ്പോൾ കണ്ടോ പാല് വരുന്നത്. ഇത് എണ്ണയിലിട്ട് 7 ദിവസം വെയിൽ കൊള്ളിക്കുക. വെയിലത്ത് വെച്ച് കഴിയുമ്പം അതിനൊരു വയലറ്റ് കളർ വരും. അതെടുത്ത് തലയിൽ തേക്കുക. താരൻ പൂർണ്ണമായി മാറുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ. നമ്മൾ പറിച്ച ദന്തപ്പാലയുടെ ഇല വെയിലത്ത് വെച്ച് 7 ദിവസം വെയിലത്ത് വെച്ച് വെയിൽ കൊള്ളിച്ച് അതിന് ശേഷമുള്ളതാണിത്. ഇത് ഇലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇലയിലുള്ള അതിൻ്റെ ഔഷധമെല്ലാം ആ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിൽ നിന്നും നമുക്ക് കാണാം അതിൻ്റെ എണ്ണ എങ്ങനെ ആയിരിക്കുന്നതെന്ന്. ആ എണ്ണ വെയിലത്ത് വെച്ചതിൽ നിന്നും നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഈ കാണുന്നത്. ആ എണ്ണയുടെ കളർ കണ്ടോ മാറിയിരിക്കുന്നത്. നല്ല ചുമന്ന കളറായിട്ടുണ്ട്. ഇത് നല്ലൊരു ചില്ല് കുപ്പിയിൽ മാറ്റിയതിന് ശേഷം താരനുള്ള മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നല്ല പയറുപൊടിയിട്ട്, ചെറുപയർ പൊടിയിട്ട് കഴുകിക്കളയേണ്ടതാണ്. കണ്ടോ ഇതിൻ്റെ കളറ് മാറിയിരിക്കുന്നുണ്ടോ. നല്ല വെളിച്ചെണ്ണയുടെ കളറിൽ നിന്ന് മാറി ഒരു ചുമപ്പ് കളറായി. ഇത് 2 മണിക്കൂർ തലയിൽ തേച്ച് പിടിപ്പിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ജലദോഷം, കഫക്കെട്ട് അങ്ങനെയുള്ള അവർ അധികം നേരം വെച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളതല്ല. പെട്ടെന്ന് തന്നെ കഴുകി കളയേണ്ടതാണ്. ഈ എണ്ണ ഉപയോഗിച്ചവരൊക്കെ നല്ല റിസൾട്ടാണ് പറയുന്നത്. അവരുടെ താരനും മുടി കൊഴിച്ചിലൊക്കെ മാറി നല്ലതുപോലെ മുടി വളരുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. സ്കിന്നിൻ്റെ രോഗങ്ങൾ, സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും ഗുണകരമാണെന്ന് പറയപ്പെടുന്നു. തേച്ചാൽ ഡ്രൈ സ്കിന്ന് ഇതൊക്കെ ഓക്കെ ആകുമെന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഹായ്.